നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാണ്. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ 2025 നവംബർ മാസം 9-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, അതായത് 1201 തുലാമാസം 23-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുമ്പോൾ. ഈ വാരത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി നമുക്ക് ചർച്ച ചെയ്യണം. മേടരാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. മിഥുനത്തിൽ ചന്ദ്രൻ, കർക്കിടകത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, തുലാത്തിൽ സൂര്യനും ശുക്രനും, വൃശ്ചികത്തിൽ ചൊവ്വയും ബുധനും, ധനുവിൽ രാഹു, മീനത്തിൽ ശനി. വാരഫലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു 7 ദിനക്കാലം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 8 ദിവസങ്ങളാണ്. കാരണം തുലാമാസം 30-ാം തീയതി ഞായറാഴ്ച അവസാനിക്കുകയാണ്. വൃശ്ചികം മാസം വരികയാണ്. ധാരാളം പ്രത്യേകതകളുള്ള ഒരു മാസമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാരഫലത്തിലേക്ക് സ്വാഗതം. മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുകയാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് രാശിയിൽ ചൊവ്വയും ബുധനുമുണ്ട്. ആ ചൊവ്വ രുചക മഹായോഗം ചെയ്ത് നിൽക്കുന്ന ചൊവ്വയാണ്. 4-ാം ഭാവത്തിൽ രാഹു, 5-ൽ ശനി, അഷ്ടമത്തിൽ ചന്ദ്രൻ, 9-ാം ഭാവത്തിൽ വ്യാഴം, 10-ാം ഭാവത്തിൽ കേതു, 12-ാം ഭാവത്തിൽ സൂര്യനും ശുക്രനും. ആദ്യമായി ലഗ്നാധിപനായ വൃശ്ചിക രാശിയുടെ അധിപനായ ചൊവ്വ രുചക മഹായോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. കൂടെയുള്ളത് ബുധനാണ്. ബുധൻ അഷ്ടമാധിപനാണ്, ചൊവ്വ ലഗ്നാധിപനാണ്. അഷ്ടമാധിപനും ലഗ്നാധിപനും ഒന്നിച്ച് വന്നാൽ ജാതകത്തിൽ ദീർഘായുസാണ്. അതിനാൽ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട. എങ്കിലും അഷ്ടമത്തിൽ ചന്ദ്രനുണ്ട്. രോഗാദി അരിഷ്ടതകൾ വലുതും വരാം. ഈ മഴക്കാലത്തുള്ള വൈറൽ ഫീവർ അല്ലെങ്കിൽ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട് മഞ്ഞപ്പിത്തം, ജോണ്ടിസം പോലുള്ള രോഗങ്ങളുടെ വളരെയധികം ദോഷപ്പെട്ട സമയമാണ്. പിതാവിന് സമയം അത്ര നല്ലതല്ല. 9-ാം ഭാവാധിപനായ ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്നു. അതിനാൽ പിതാവിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഇവിടെ ധർമ്മദൈവ വിഷയത്തിലേക്ക് നിർബന്ധമായി നിങ്ങളുടെ ശ്രദ്ധ എത്തണം. പൂർവോപാസിത ദേവകോപം അശുഭം ജായാതനൂജാവതം ദൗഷ്കൃത്യം സ്വഗുരോഹോ പിതുശ്ച നിധനം ദൈന്യേ ശുഭേ ദുർബലേ. 9-ാം ഭാവാധിപൻ ദുർബലമാകുമ്പോൾ പൂർവികർ ഉപാസിച്ച് വന്നിരുന്ന ചൈതന്യത്തിന് ബുദ്ധിമുട്ട് വരിക, ഭാര്യയ്ക്കും മക്കൾക്കും അസുഖങ്ങൾ, അസ്വസ്ഥതകൾ വരിക, ഗുരുവുമായി ബന്ധപ്പെടുന്ന ദുഷ്കൃതികൾ ഉണ്ടാകുക, പിതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരിക. അതിനാൽ ഒരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കും വൃശ്ചിക രാശിക്കാർ പോകരുത്. അഭിപ്രായ ഐക്യം ഉണ്ടാകില്ല. ആരുമായി? പിതാവുമായി അല്ലെങ്കിൽ ഗുരുജനങ്ങളുമായി. വളരെയധികം ശ്രദ്ധിക്കുക. തൻ്റെ പല ഗവേഷണങ്ങൾ പൂർത്തീകരിക്കാനുള്ള സമയമാകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അത് നീണ്ടു പോകും. താനിവിടെ ഭൂമിയെപ്പോലെ താഴേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് വൃശ്ചികൻ രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഒരു പ്രഷർ വരാനുണ്ട് വൃശ്ചികൻ രാശിക്കാർ. ആർക്കും വഴങ്ങില്ല. പക്ഷേ ഭാഗ്യവശാൽ വൃശ്ചികൻ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ആ വ്യാഴം വൃശ്ചിക രാശിയിൽ വന്നാൽ നല്ല ഫലം പറഞ്ഞിട്ടുണ്ട്. കീടെ യുഗ്മപിത ബുധൻ വന്നാൽ 2 അച്ഛന്മാരുടെ ശ്രദ്ധയും സാമീപ്യം ഉണ്ടാവുക. അച്ഛനല്ലെങ്കിൽ മുത്തച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ ജ്യേഷ്ഠനോ തന്നെ നോക്കുന്ന അവസ്ഥ. വ്യാഴദൃഷ്ടി വന്നാലോ നദഹ, വളരെ വിനീതനായിരിക്കുമെന്നാണ്. അതിനാൽ പലപ്പോഴും തന്നെ പെരുമാറ്റത്തിൽ, സ്വഭാവത്തിലൊക്കെ ഗുണങ്ങൾ വരിക. ആ ഗുണത്തിലൂടെ ധനസമ്പാദനം ഉണ്ടാകും. 9-ൽ വ്യാഴം വരുമ്പോൾ അങ്ങനെയാണ്. ധനാധിപൻ ഉച്ചസ്ഥനാണ്. അതിനാൽ സന്താന ശ്രേയസ്, പുത്ര വിഷയത്തിലേക്ക് അനുകൂലമാണ്. വ്യാഴം അവിടത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. രാജയോഗം ചെയ്യും. മറ്റു പ്രധാനപ്പെട്ട വിഷയം, ചികിത്സയ്ക്ക് ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി പോകുന്നവർക്കൊക്കെ IVF മുതലായ ചെലവേറിയ ചികിത്സകൾക്ക് പോകുന്നവർക്ക് തന്നെ മരുന്ന് കഴിക്കേണ്ടുന്ന സമയമാണ്. അഷ്ടമത്തിൽ ചന്ദ്രൻ വന്നാൽ മരുന്ന് കഴിക്കേണ്ടി വരും. തൻ്റെ വീട് മെഡിക്കൽ ഷാപ്പാകും. അതിനാൽ പലപ്പോഴും എന്തിൻ്റെ അവസ്ഥ, സന്താന വിഷയത്തിലേക്ക് വേണ്ടുന്ന ചികിത്സാർത്ഥമൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായി വരും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയെന്ന് അറിയുക. നിർബന്ധമായും അമ്മയുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. ദേവീക്ഷേത്രത്തിൽ ദേഹമൊട്ട് ചെയ്യണം പ്രിയപ്പെട്ട പ്രേക്ഷകർ. അപ്രകാരം ചികിത്സയ്ക്ക് പോകുന്നവർ അവരുടെ പേരിൽ ദേഹമൊട്ട് ചെയ്യുക. അങ്ങനെ ക്ലേശങ്ങളൊക്കെ മാറട്ടെ. എല്ലാ വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.